കൊടുക്കേണ്ടത്. ഓഹോ, ഇവൾക്ക് ഇതാണല്ലേ പണി. ഇപ്പൊ ശരിയാക്കി തരാം. അവളുടെ കൂട്ടുകാരി എത്തിയിട്ട് ഇവിടെ ചോര പറഞ്ഞിരിക്കാണ് അവളുടെ ജോലി. എടി മുത്തേ, മണിമോൾക്ക് നല്ല പാലട പായസം ഉണ്ട്. മോള് വാ, അമ്മയുടെ സുന്ദരി മോള് വാ, അമ്മ പാലട പായസം തരാടി. മമ്മി അവൾക്ക് കൊടുക്കണ്ട മമ്മി. അയ്യേ, അവൾക്കൊന്നും കൊടുക്കില്ല. മോള് കഴിച്ചിട്ട് ബാക്കി പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് അവളെ പാത്രം കഴുകി വെച്ചോട്ടെ. അതെ അതെ, അങ്ങനെ കൊടുത്താൽ മതി മമ്മി. അത് മോളെ, നമ്മൾ ബാക്കി വന്ന വേസ്റ്റ് കളയില്ലേ, അതിന് പകരം അവള് കഴിച്ചോട്ടെ. മോള് പെട്ടെന്ന് വന്നേ. എന്താണ് നീ
കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും കഥ കഴിഞ്ഞു തന്നെ. നോക്കിക്കോ മുത്തേ, ഇന്ന് ആദ്യ കഥ കഴിയാൻ പോണെന്ന്. മുത്തേ, എല്ലാരും ഉറങ്ങി നോക്കിയില്ലേ നീ? അതൊക്കെ നല്ല ഉറക്കാ എല്ലാരും. ഇന്ന് വേഗമാ, ഇച്ചാണെങ്കിലേ പേടിപ്പിച്ചാൻ പൂരിയായിട്ട് വെച്ചാ. സുൽഫിക്കറേ, അന്റെ വേഗം ആ ഡ്രസ് ഒക്കെ എടുക്ക്. എപ്പോ എടുത്തെന്ന് ചോദിച്ചാ പോലെ പാർക്കുട്ടിയെ. എന്ത് ഡ്രസ്? അതിക്കുണ്ട് മുത്തേ, ഇത് നെട്ടും. കല്ലു റെഡിയല്ലേ? ഞാൻ ഇപ്പേ റെഡിയല്ലേ പാർക്കുഞ്ഞമ്മേ? പാർക്കുഞ്ഞമ്മേ, നീലമ്മ അറിഞ്ഞാലേ നമുക്ക് ടിഷൻ ടിഷൻ കിട്ടും. അതൊന്നും അറിയില്ല കല്ലുവോ. പാർക്കുട്ടി വേഗം വാ. പാർക്കുട്ടി, അന്നെ കണ്ടപ്പോ നല്ല പേടിയാവട്ടാ. ശോ, ഒന്ന് പതുക്കെ പറിച്ചെടുക്കാ. ഇങ്ങോട്ട് വാമേ, ഇജ്ജ് വേഗപ്പായിട്ട് നിന്നോ. അന്ന് അങ്ങനെ കണ്ടാലാക്കാരം അന്ന് തിരിച്ചറിയാ. അതിന് നിന്റെ മുഖം കണ്ടാലേ ഓൾക്ക് മനസ്സിലാവൂലേ? അതിനൊക്കെയുള്ള സൂത്രം ഞങ്ങളിട്ടുണ്ട്. വേഗം വാ. വേണ്ട, ഞാനില്ല, എനിക്ക് പേടിയാ. എന്നൊരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിൽക്കുമ്പത്തേ ഞാൻ അപ്പുറത്തേക്ക് പോവാ. ശോ, ഈ ചെറിയമ്മ കണ്ട എനിക്ക് പ്രശ്നം ഉണ്ടാവാണാവോ? അപ്പൊ സെൽഫിക്കാരെ നമുക്ക് തുടങ്ങിയാലോ? എപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാ പോലെ പാർക്കുട്ടിയെ. ആരാ? ഞങ്ങൾക്ക് ഇത്തിരി രക്തം കുടിക്കണം. രക്തം ദാഹിച്ചു വന്നതാണ് ഞങ്ങൾ. രക്തോ? അതെ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ രക്തം കിട്ടണം. മോളു, 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 എന്തൊരു ഉറക്കം മോളു, ഒന്ന് ഒച്ച ഉണ്ടാക്ക്. വേണ്ട, ശബ്ദമുണ്ടാക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് രക്തം തന്നോ. അതെ അതെ, ഇന്ന് ഒരാളുടെ രക്തം മതി. നാളെ ഞങ്ങൾ വരാം. അപ്പൊ രണ്ടുപേരെ രക്തം വേണം. അതെ, ഇന്ന് വലിയ ആളുടെ രക്തം മാത്രം മതി. നാളെ ഞങ്ങൾ വരാം. അതെ അതെ, അപ്പൊ ഉണർത്തിയാ മതി. ആ മഞ്ഞമടിക്കാരിയെ. എന്റെ ശരീരത്തിൽ തീരെ രക്തമില്ലാന്ന് ഡോക്ടർ പറഞ്ഞത്. ഓ മമ്മി, ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കും മമ്മി. ഞാനൊന്ന് ഉറങ്ങട്ടെ. അതല്ല മോള്, ഇങ്ങോട്ടൊന്ന് കണ്ണു തുറന്ന് നോക്ക് മോള്. ഓ മമ്മി, ഓർക്ക് വന്നിട്ട് വായ മമ്മി. മോളു, ഒന്ന് കണ്ണു തുറന്ന് ഒച്ച ഉണ്ടാക്ക്. എനിക്കാണെങ്കിൽ പേടിച്ചിട്ടേ എന്റെ ശബ്ദം ഒന്നും പുറത്തേക്ക് വരുന്നില്ല മോളു. ഒച്ച വെച്ച് ആളെ കൂട്ടാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അതെ അതെ, ഒറ്റ എണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിടില്ല. മമ്മി, എന്താ മമ്മി? കണ്ണു തുറന്ന് മുന്നിലോട്ട് നോക്ക് മോളു, നോക്ക്. മമ്മി, പ്രേതം. സത്യം പറഞ്ഞോ, ആദ്യം ആരാ ഞങ്ങൾക്ക് രക്തം തരുന്നത്? അയ്യോ മോളെ, നമ്മൾ ഇനി എന്ത് ചെയ്യാ? മമ്മി, ഒരു സൂത്രം